ഹലോ നമസ്കാരം. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂൺ മസാലയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമായ ഒരു വിഭവമാണിത്. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇറച്ചിക്കറിയുടെ രുചിയിൽ കഴിക്കാവുന്ന ഈ കൂൺ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 200 ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ കൂണാണ്. ആദ്യം തന്നെ ഈ കൂണൊന്ന് നന്നാക്കിയെടുക്കണം. എങ്ങനെയാണ് കൂൺ നന്നാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് തന്നെ ഈ തോലിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ആദ്യം തോല് മുഴുവനും പൊളിച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റെമ്മ് അടർത്തി മാറ്റണം. സ്റ്റെമ്മ് അടർത്തി മാറ്റിയതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കണം. സ്റ്റെമ്മും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒരെണ്ണം കൂടി ഇതുപോലെ തന്നെ നന്നാക്കി കാണിക്കാം. ശേഷമുള്ള എല്ലാ കൂണുകളും ഇതുപോലെ തന്നെ നന്നാക്കിയെടുക്കണം. ഇതിൻ്റെ ഇവിടെ കാണുന്ന ഈ കറുത്ത കളർ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതതിൻ്റെ സീഡാണ്. അത് അതിൽ തന്നെ ഇരുന്നോട്ടെ. കൂണെല്ലാം നന്നാക്കിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഈ കൂണ് ഒരു 10 മിനിറ്റെങ്കിലും മുക്കി വയ്ക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് 4-5 വട്ടം കഴുകിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 2 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും നീളത്തിലരിഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. 2 തക്കാളി നീളത്തിലരിഞ്ഞെടുത്തു. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത മണം വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും നീളത്തിലരിഞ്ഞ പച്ചമുളകും അത് രണ്ടും ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കാം. ഇനി ഇത് നന്നായി വഴറ്റാം. തക്കാളി നന്നായി വഴറ്റി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൽ ഉടച്ച് ചേർക്കാം. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഞാനിത് നീളത്തിലാണ് അരിഞ്ഞിട്ടത്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കും. കൂണ് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഈ കൂണ് വെന്തോളും.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി, കൂണ് വെന്ത് കിട്ടും. കൂണൊക്കെ നന്നായി വെന്ത് വന്നു കേട്ടോ. കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വേവിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് 15 മിനിറ്റ് വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഗ്രേവിയുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമായ കൂൺ മസാല നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.